അടുത്തതായിട്ട് 666 നാമം ധനഞ്ജയ. ധനത്തെ ജയിച്ചവൻ, ധനത്തിന് മുകളിൽ നിൽക്കുന്നവൻ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഭാഷ്യകാരൻ പറയുന്നു, ഭഗവാന്റെ അനന്തതയെ ഗുണം കൊണ്ടും വിഭൂതി കൊണ്ടും പറയുന്നു ധനഞ്ജയ എന്ന നാമം കൊണ്ട്. നേടണമെന്നാഗ്രഹിക്കുക, നേടുക, സംരക്ഷിക്കുക, അതിനോടുകൂടി ജീവിക്കുക എന്നിവയിൽ സ്വർണം, രത്നം തുടങ്ങിയവയെ എല്ലാം താഴെയാക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ധനഞ്ജയ എന്നു നാമം. ധനത്തെ ജയിച്ചവൻ ആണ് ധനഞ്ജയൻ. അനന്തഹ എന്നുള്ള നാമം ആണ് നേരത്തെ ഇതിനു മുമ്പ് നമ്മൾ കേട്ടത്. അനന്തൻ എന്ന് പറഞ്ഞാൽ കാലദേശങ്ങൾക്ക് അതീതമായവൻ, അതീതനായവൻ, കാലദേശങ്ങളാൽ ചുരുക്കപ്പെടാത്തവൻ എന്നൊക്കെ അർത്ഥം പറഞ്ഞു. അപ്പോൾ ആ അനന്തതയെ, ഭഗവാന്റെ ആ അനന്ത സ്വരൂപത്തെ തന്നെയാണ് ധനഞ്ജയ എന്നുള്ള നാമം കൊണ്ടും പറയുന്നത്. ഗുണം കൊണ്ടും വിഭൂതി കൊണ്ടും പറയുന്നു. ഭഗവാന്റെ അനന്തതയെ ഗുണം കൊണ്ടും വിഭൂതി കൊണ്ടും പറയുന്നു. ഭഗവാൻ രണ്ട് രീതിയിൽ അനന്തനാണ്. ഗുണം കൊണ്ട് അനന്തനാണ്. അനവധി ഗുണങ്ങളുണ്ട്. ഈ ലോകത്ത് നമ്മൾ നല്ലത് അല്ലെങ്കിൽ ഏറ്റവും കേമം എന്ന് തോന്നുന്ന ഏത് ഗുണം വേണമെങ്കിലും എടുത്തോളൂ, അത് ഭഗവാനുണ്ട്. ഗുണം കൊണ്ട് അനന്തനാണ് ഭഗവാൻ. വിഭൂതി കൊണ്ട്, വിഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സൃഷ്ടി, ഈ കാണുന്ന പ്രപഞ്ചം, ഈ കാണുന്ന ലോകം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന, ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന എന്നല്ല അർത്ഥം. നമ്മൾ കാണുന്നത്, നമ്മൾ കാണാത്തത്, നമുക്കൊരു കാരണവശാലും കാണാൻ സാധിക്കാത്തത്, അങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന പ്രപഞ്ചമാണ് ഈ കാണുന്ന എന്ന് പറയുന്നത്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾക്ക് ഒരു കാരണവശാലും കണ്ടു തീർക്കാൻ, അനുഭവിച്ച് തീർക്കാൻ സാധിക്കാത്ത ലോകം. അപ്പൊ ഗുണം കൊണ്ടും വിഭൂതി കൊണ്ടും ഭഗവാൻ അനന്തനാണ് എന്നുള്ളത് ആണ് ധനഞ്ജയ എന്നുള്ള നാമം കൊണ്ട് പറയുന്നത്. നേടണമെന്നാഗ്രഹിക്കുക, നേടുക, സംരക്ഷിക്കുക, അതിനോടുകൂടി ജീവിക്കുക എന്നിവയിൽ സ്വർണം, രത്നം തുടങ്ങിയവയെ എല്ലാം താഴെയാക്കുന്നവനാണ് ഭഗവാൻ. പ്രേപ്സ, പാർജന, ലോഭ, ഗൂഹന, ഉപജീവനാദി. അതായത് നമ്മളെല്ലാം, ധനം എന്ന് പറയുന്നത് നമ്മൾ ധനത്തിനെ കുറിച്ച് പറയുന്നതാണ്. നേടണമെന്ന് ആഗ്രഹിക്കുക, നേടുക, സംരക്ഷിക്കുക, അതിനോട് കൂടി ജീവിക്കുക എന്നിവയിൽ സ്വർണം, രത്നം തുടങ്ങിയവയെല്ലാം താഴെയാക്കുന്നു. അതായത് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ധനം ആയിട്ടുള്ള നമുക്ക് നേടണം എന്താഗ്രഹിക്കുന്നുവോ, നമ്മൾ എന്തിനെയാണോ ഏറ്റവും ഉപരിയായിട്ട് കണക്കാക്കുന്നത്, നമ്മൾ എന്തിനെയാണോ ഉപരിയായിട്ട് നമ്മൾക്ക് വേണം എന്നാഗ്രഹിച്ച് നമ്മൾ എന്തിനെയാണോ കാണുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, അതിനെയൊക്കെയാണ് പറയുന്നത് നേടണമെന്ന് ആഗ്രഹിക്കുക. എന്തിനാണെങ്കിലും ശരി, നമുക്ക് കേമമാണ് എന്ന് തോന്നുന്ന എന്തിനേയും നമ്മളുടേതാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം ആ ആഗ്രഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. ഇപ്പം നമുക്ക് സ്വർണം ആണെന്ന് വിചാരിക്കുക, നമ്മൾ സ്വർണമാണ് ഏറ്റവും ഉയർന്നതായിട്ട് കണക്കാക്കുന്നത്. അപ്പം സ്വർണത്തെ നേടണം എന്നാഗ്രഹിക്കുക, നേടുക, സംരക്ഷിക്കുക, അതിനോടുകൂടി ജീവിക്കുക. അപ്പോൾ നമുക്ക് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള, അല്ലെങ്കിൽ വിലപിടിപ്പുള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്ന എല്ലാത്തിനോടും നമുക്ക് ഈ ഭാവങ്ങളുണ്ട്. അപ്പോൾ ആ ഭാവങ്ങളിൽ നമ്മൾ ഏതിനെയാണോ വിലപിടിപ്പുള്ളതായിട്ട് കണക്കാക്കുന്നത് അതിനേക്കാൾ ഉയർന്നവനാണ് ഭഗവാൻ. അതിനെയൊക്കെ, സ്വർണം, രത്നം തുടങ്ങിയവയെല്ലാം താഴെയാക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ധനഞ്ജയ എന്ന് നാമം. അപ്പൊ സ്വർണം, രത്നം തുടങ്ങിയവയെല്ലാം താഴെയാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാമാന്യ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളാണ്, മെറ്റീരിയലിസ്റ്റിക് വെൽത്ത്. പക്ഷെ ധനം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. പക്ഷെ ഒരാള്
നമ്മൾ ധനികനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അയാളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അല്ലെങ്കിൽ പണം കൊണ്ട് വാങ്ങാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ പണമോ പണം കൊണ്ട് വാങ്ങാവുന്ന കാര്യങ്ങളോ ഏറിയ ഒരാൾ, അയാളാണ് ധനികൻ. നമ്മളെ ഓരോരുത്തരെയും, സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഇവിടെ സ്വർണം, രത്നം തുടങ്ങിയവയെല്ലാം താഴെയാക്കുന്നു ഭഗവാൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഭഗവാന് ധനഞ്ജയ എന്ന് നാമം. ഈ ധനം എന്ന് പറയുന്നത് സാമാന്യം പലതിനെയും നമുക്ക് ധനമായിട്ട് കണക്കാക്കാം. ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് അറിവുണ്ട് എന്ന് വിചാരിക്കുക. പല വിഷയങ്ങളിൽ അയാൾക്ക് അറിവുണ്ടെങ്കിൽ അറിവിൻ്റെ കാര്യത്തിൽ അയാൾ ധനികനാണ്. ഒന്നിലധികം ഭാഷകൾ ഒരാൾക്ക് അറിയാമെങ്കിൽ, ഒരു ഭാഷ അറിയുക എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തെ അറിയുക എന്നാണ് അർത്ഥം. നമ്മൾ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ കേവലം ശബ്ദങ്ങളുടെ ഒരു രൂപാന്തരം മാത്രമല്ല. ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരമാണ്, അതിലെ ചൊല്ലുകളാണ്, അതിൽ പ്രയോഗിക്കപ്പെടുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള വാക്കുകളും ആ വാക്കിനെ കുറിക്കുന്ന അർത്ഥങ്ങളും ആ അർത്ഥത്തിൽ ഊന്നിയ സംസ്കാരവുമാണ്. അപ്പോൾ ഒന്നിലധികം ഭാഷകൾ ഒരാൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഒരു 3-4 ഭാഷ ഒരാൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ ബുദ്ധി അല്ലെങ്കിൽ അയാളുടെ മനസ്സ് എന്ന് പറയുന്നത് ഇത്രയും സംസ്കാരങ്ങളുടെ ഒരു ഇത്രയും ഭാഷകളുടെ ഒരു സംസ്കാരം അയാളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഭാഷ മാത്രം അറിയുന്നവനേക്കാൾ കുറച്ചും കൂടി ഉയർന്നവനായിരിക്കും, കുറച്ചും കൂടെ വിശാലമായിരിക്കും. അപ്പോൾ ഭാഷകൾ ഒരുപാട് അറിയുന്ന ഒരാളെ ധനികൻ എന്ന് നമ്മൾ സാമാന്യേന പറയാറില്ല. ഒരുപാട് അറിവുള്ള ഒരാളെയും നമ്മൾ അയാൾ മെറ്റീരിയലിസ്റ്റിക് വെൽത്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ധനികൻ എന്ന് പറയാറില്ല. നമുക്ക് അസുഖമോ അല്ലെങ്കിൽ നമുക്ക് സന്തോഷമോ വന്നാൽ നമ്മളുടെ കൂടെ ഏറ്റവും കുറഞ്ഞത് ഒരു 50 പേര് ആ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കെടുക്കാനുണ്ട് എങ്കിൽ, കൂടിച്ചേരാനുണ്ട് എങ്കിൽ, ഇപ്പം നമുക്ക് നമ്മളുടെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടായി എങ്കിൽ ആ സന്തോഷത്തിൽ കൂടിച്ചേരാൻ ഏറ്റവും മിനിമം ഒരു 50 പേര് നമ്മളുടെ കൂടെ ഉണ്ട് എങ്കിൽ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കാര്യത്തിൽ നമ്മൾ ധനികരാണ്. പക്ഷെ അവിടെയും സാമാന്യേന ഒരാൾ ധനികൻ എന്ന് പറയാറില്ല. നമുക്കൊരു പനി വന്നാൽ, നമുക്കൊരു ചെറിയ എന്തെങ്കിലും അസുഖം വന്നാൽ, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ നമ്മൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ആകാംക്ഷയുള്ളവർ ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സന്ദർശിക്കുന്നുവെങ്കിൽ സൗഹൃദങ്ങളുടെ കാര്യത്തിൽ, സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ധനികരാണ്. പക്ഷെ അപ്പോഴും അയാൾ ധനികനാണ് എന്ന് സാമാന്യൻ ആരും പറയാറില്ല. അപ്പം ധനം എന്ന് പറയുന്നത് എന്താണ്? ധനം എന്ന് പറയുന്നത് സ്വർണം, രത്നം തുടങ്ങിയത് തന്നെയാണ് സാമാന്യേന ഒരാൾക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ ആ വാക്ക് പ്രയോഗിച്ചത്. അപ്പോൾ സാമാന്യേന ഒരാൾക്ക് സ്വർണം, രത്നവുമാണ് ഏറ്റവും ഉയർന്നത്. പക്ഷേ ഭഗവാൻ അതിനെയും താഴെയാക്കുന്നു. അതുകൊണ്ട് ഭഗവാന് ധനഞ്ജയ എന്ന് നാമം. ഇപ്പോൾ ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ, ശ്രീവൈഷ്ണവരിലെ ഏറ്റവും ഉയർന്ന ആളുകൾ, ഇപ്പം നാഥമുനി, ശ്രീരാമാനുജാചാര്യർ, അല്ലെങ്കിൽ ശ്രീ പരാശര ഭട്ടർ, ശ്രീ വേദാന്ത ദേശികർ, അങ്ങനെയുള്ള മഹാന്മാരെ ഇവരാരും ധനത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ, അതായത് പണം ഒരുപാടുള്ളവരായിരുന്നില്ല. അതിലാകെ വ്യത്യസ്തതയുള്ളത് യാമുനാചാര്യർക്കാണ്. യാമുനാചാര്യരാണ് തൻ്റെ പാണ്ഡിത്യം കൊണ്ട് ഒരു വലിയ ധനത്തെ ആർജിച്ചത്. ഒരു രാജ്യത്തിൻ്റെ പകുതി കിട്ടിയെന്നും പിന്നീട് അത് അദ്ദേഹം ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ അതിനെ മുഴുവൻ ഉപേക്ഷിച്ചു എന്നുമാണ് പറയുന്നത്. അപ്പോൾ യാമുനാചാര്യര് മാത്രമാണ്, ആളവന്താർ എന്ന് പറയുന്ന യാമുനാചാര്യര് മാത്രമാണ് അക്കാര്യത്തിലൊരു അപവാദമുള്ളത്. ബാക്കിയുള്ളവരൊന്നും ധനത്തിൻ്റെ പേരിൽ ഒരു വലിയൊരു ധനികരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ
ഭഗവത് ഭക്തി കൊണ്ടും ഭഗവത് ആനന്ദം കൊണ്ടും, അതായത് ഭഗവത് ഭക്തി കൊണ്ട് ഉണ്ടാകുന്ന ആനന്ദം കൊണ്ട് അവർക്ക് സാധാരണയുള്ള മെറ്റീരിയലിസ്റ്റിക് വെൽത്തിൽ നിന്നും കിട്ടുന്ന ആനന്ദത്തെക്കാൾ വലിയ ആനന്ദം അവരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത്. അല്ലെങ്കിൽ അതായത് ഇവരുടെ ലിറ്ററേച്ചറൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ റിച്ചാണ്. അവരുടെ അറിവ് കൊണ്ട്, അവരുടെ പ്രതിഭ കൊണ്ട്, അവരുടെ ഭക്തി കൊണ്ട്, അവരനുഭവിക്കുന്ന ആനന്ദം കൊണ്ട് അവർ വളരെ സമ്പന്നരാണ്. അപ്പൊ ഇവിടെ ഭഗവാന്റെ കാര്യത്തിൽ പറയുമ്പോൾ ധനം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തിയിൽ നിന്നും വരുന്ന ആനന്ദമാണ് അവരെ സംബന്ധിച്ച് ധനം. ഒരു പഴയ ഒരു ശ്ലോകമുണ്ട്, രസകരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. അതിദരിദ്രനായിട്ടുള്ള ഒരാള്, ഒരു പണ്ഡിതൻ, ഒരു സംസ്കൃത പണ്ഡിതൻ സാക്ഷാൽ മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അദ്ദേഹത്തിന് ധരിക്കാൻ ഒരു വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അങ്ങനെ ഏകവസ്ത്രധാരിയായ ഒരു വ്യക്തി സാക്ഷാൽ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അതിങ്ങനെയാണ്: ആദ്യന്ത മധ്യരഹിതം ദശാഹീനം പുരാതനം അദ്വിതീയമഹം വന്ദേ മദ്വസ്ത്ര സദൃശം ഹരിം. ഞാൻ എൻ്റെ വസ്ത്രത്തോട് സദൃശനായിട്ടുള്ള ഹരിയെ പ്രണമിക്കുന്നു, വന്ദിക്കുന്നു. എൻ്റെ വസ്ത്രവും ഹരിയും ഒന്നു തന്നെയാണ്, ഒരേപോലെയാണ്. എങ്ങനെയാണ് ആ സാദൃശ്യം വരുന്നത്? ആദ്യന്ത മധ്യരഹിതം. ഹരി എന്ന് പറയുന്നത്, ഭഗവാൻ എന്ന് പറയുന്നത് ആദിയും മധ്യവും അന്തവും ഇല്ലാത്തവനാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ വസ്ത്രവും. എൻ്റെ വസ്ത്രം എന്ന് പറയുന്നതിന് തുടക്കമില്ല, നടുക്കില്ല, ഒടുക്കവും ഇല്ല. ഒരു വസ്ത്രം, അത്രയേ ഉള്ളൂ. ദശാഹീനം, ആദ്യന്ത മധ്യരഹിതം ദശാഹീനം. ദശ എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നൊരർത്ഥമുണ്ട്. ഇപ്പോൾ ദാരിദ്ര്യദശ, അങ്ങനെ ദശ എന്ന് പറഞ്ഞാൽ അവസ്ഥ. ദശാഹീനം, അവസ്ഥകളില്ലാത്തവൻ ആണ് മഹാവിഷ്ണു. എൻ്റെ വസ്ത്രം ദശാഹീനമാണ്. ദശ എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്ന് മാത്രമല്ല, അറ്റത്തെ കര, ഈ മുണ്ടിൻ്റെയൊക്കെ അറ്റത്തെ കരയെ ദശ എന്നാണ് പറയാ. അപ്പോൾ തുടക്കം എവിടെയാണ്, നടുക്ക് എവിടെയാണ്, ഒടുക്കം എവിടെയാണെന്ന് അറിയില്ല. മുണ്ടിനാണെങ്കിൽ കരയില്ല. പുരാതനം, ഭഗവാനും പുരാതനനാണ്. എൻ്റെ വസ്ത്രവും ഏറ്റവും പഴയതാണ്. അദ്വിതീയം അഹം വന്ദേ. അദ്വിതീയം, ഭഗവാൻ അദ്വിതീയനാണ്, ഒന്നേ ഉള്ളൂ. വൺ വിത്തൗട്ട് എ സെക്കൻഡ് എന്നാണ്, രണ്ടില്ലാത്ത ഒന്ന്. എൻ്റെ വസ്ത്രം അതുപോലെ, എനിക്കൊരു വസ്ത്രമേ ഉള്ളൂ. അദ്വിതീയം അഹം വന്ദേ മദ്വസ്ത്ര സദൃശം ഹരിം. ഈ ഒരു ശ്ലോകഭാഗം എഴുതിയ വ്യക്തി എന്ന് പറയുന്നത് തൻ്റെ ആ ദാരിദ്ര്യത്തെ ചെറിയ രീതിയിലൊന്ന് കളിയാക്കിയിട്ട് ഭഗവാനെ സ്തുതിക്കുന്നതാണ്. കവിത ആനന്ദത്തിൽ നിന്ന് മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ കവിത ശക്തമായിട്ടുള്ള ഒരു വികാരത്തിൽ നിന്നാണ് വരിക. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രസകരമായിട്ട് തന്നെ കളിയാക്കിക്കൊണ്ടും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തി ധനമായിട്ട് കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ആയിരിക്കും. അല്ലെങ്കിൽ ഇത്ര മനോഹരമായിട്ട് തൻ്റെ അവസ്ഥയെ വർണ്ണിക്കാൻ ഒരു കവിക്ക് സാധിക്കില്ല. അപ്പോൾ ഇവരെല്ലാവരെയും, ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ഭക്തന്മാര്, ഇവരെല്ലാവരും ഭഗവത് ഭക്തി കൊണ്ട് ഉള്ള ആനന്ദത്തിൽ നിന്നും വരുന്ന ആ ആനന്ദത്തെയാണ് അവർ ധനമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതാണ് ഭഗവാനാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധനം. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്, സ്വർണം രത്നം തുടങ്ങിയവയേക്കാൾ അവയൊക്കെ താഴെയാക്കുന്നവനാണ്. ഈ ഭഗവത് ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണത്തിൽ നിന്നും നമുക്ക് സന്തോഷം ഉണ്ടാകാം. പക്ഷെ അത് പണം കൊണ്ടുള്ളത് കൊണ്ടല്ല, അത് ഭഗവാന്റെ ഭക്തിയിൽ നിന്ന് വരുന്ന ആനന്ദത്തിൽ കൂടെയാണ്.
ഭഗവത് ഭക്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരുപാട് ഭൂമി ഉണ്ടെങ്കിൽ അയാൾക്ക് ആനന്ദം ഉണ്ടായേക്കാം. പക്ഷെ അത് ആ ഭൂമിയിൽ നിന്ന് വരുന്നതല്ല, അത് തൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. ധനത്തെ എല്ലാ രീതിയിലും ജയിച്ചവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ധനഞ്ജയ എന്ന് നാമം. അടുത്തതായിട്ട് 71-ാമത്തെ ശ്ലോകം. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ 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 വിവർദ്ധന ബ്രഹ്മവിത് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ. ബ്രഹ്മശബ്ദം കൊണ്ട് ഒരു ശ്ലോകം. അതാണ് ഈ 71-ാമത്തെ ശ്ലോകം. അതിലെ നാമങ്ങൾ ബ്രഹ്മണ്യ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർദ്ധന ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവിവർദ്ധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ. ഇങ്ങനെ 9 നാമങ്ങളാണ്. അതിൽ 667-ാമത്തെ നാമം ബ്രഹ്മണ്യ. ബ്രഹ്മണ്യ ബ്രഹ്മത്തിന് ആധാരമായിട്ടുള്ളവൻ, ബ്രഹ്മത്തിന് ആധാരമായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ബ്രഹ്മണ്യ എന്നുള്ള വാക്ക് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഭാഷ്യകാരൻ പറയുന്നു, ഇവിടെ ബ്രഹ്മം എന്നുള്ള വാക്ക് എന്തിനെയാണ് കുറിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ബ്രഹ്മണ്യ ഇവിടെ വലുതായതിൽ എന്ന അർത്ഥത്തിൽ ബ്രഹ്മശബ്ദം പ്രയോഗിക്കുന്നു. ബ്രഹ്മശബ്ദം ഇവിടെ വലുത് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വലുതിന് ആധാരമായിരിക്കുന്നവൻ ബ്രഹ്മണ്യ. ജ്ഞാനമുള്ളതിനാലും അശേഷമായ ഭോഗം മോക്ഷം എന്നിവയെ ഭോഗിക്കുന്നതിനാൽ വലുതായതിനാലും പലയിടങ്ങളിലും ജീവാത്മാവിനെ ബ്രഹ്മം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് ജീവാത്മാവിനെയാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജീവന്റെയും ഉള്ളിൽ അത് അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശ്വരനാണ് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ബ്രഹ്മമാണ് ജീവൻ. അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ജീവാത്മാവ് ബ്രഹ്മമാണ്. വിശിഷ്ടാദ്വൈത ദർശന പ്രകാരം ജീവാത്മാവ് എന്ന് പറയുന്നത് നിത്യനാണ്. ഈ നമ്മുടെ ഉള്ളില് നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെയും ഒക്കെ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഞാൻ എന്ന ഒരു ഭാവമുണ്ട്. അതാണ് ജീവാത്മാവ്. അപ്പോൾ ആ ജീവാത്മാവ് എന്താ പ്രത്യേകത? ജ്ഞാനമുള്ളതിനാലും, അതിന് ജ്ഞാനമുണ്ട്, അതിന് അറിവുണ്ട്. അശേഷമായ ഭോഗം മോക്ഷം എന്നിവയെ ഭോഗിക്കുന്നതിനാൽ വലുതായതിനാലും. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാത്തിൻ്റെയും ഉള്ളിൽ ജീവാത്മാവ് വെവ്വേറെ നിലനിൽക്കുന്നുണ്ട്. അത് അശേഷമായിട്ടുള്ള ലോകത്തുള്ള എല്ലാ ഭോഗം മോക്ഷം എന്നിവയെ ഭോഗിക്കുന്നതിനാൽ വലുതായതിനാലും. ഇപ്പൊ ജീവാത്മാവ് എന്ന് പറയുന്നത് വലുതാണ്. ഈ വെവ്വേറെ നിൽക്കുന്നത് കൊണ്ട് അതിനെ ജീവാത്മാവ് എന്നും ഇതിനെ ഒറ്റയ്ക്ക് സമഷ്ടിയായിട്ട് അതിനെ പരമാത്മാവ് എന്നും പറയുന്നു. പരമാത്മാവായാൽ അത് ഭഗവാനായി, വെവ്വേറെ ആയി കഴിഞ്ഞാൽ അത് ജീവനായി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ പലയിടങ്ങളിലും ജീവാത്മാവിനെ ബ്രഹ്മം എന്ന് പറയുന്നു. അപ്പൊ ബ്രഹ്മണ്യ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ജീവാത്മാവിന് ആധാരമായിരിക്കുന്നവൻ. തജ്ഞാനം ബ്രഹ്മസഞ്ജിതം. ആ ജ്ഞാനത്തെ ബ്രഹ്മം എന്ന പേരോടുകൂടി അറിയപ്പെടുന്നു. ഏത് ജ്ഞാനത്തെ? ജീവൻ അറിയുന്ന ജീവന്റെ ജ്ഞാനത്തെ. നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മളെ അറിയുന്ന ഒരു അറിവുണ്ട്. ആ അറിവിനെ ബ്രഹ്മമെന്ന് പറയുന്നു. ഗീതയില് 5-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം ഇപ്രകാരം പറയുന്നു: ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഹ. അതായത് ഇവിടെ നിർദോഷം ഹി പരം ബ്രഹ്മ എന്നുള്ള ആ ഒരു ഭാഗം മാത്രമേ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ളൂ. അത് മുഴുവൻ ശ്ലോകമായിട്ട് പറഞ്ഞതാണ്. അതായത് നിർദോഷം ഹി പരം ബ്രഹ്മ,
ദോഷത്തോട് കൂടാതിരിക്കുന്നവരാണ് പരമമായ ബ്രഹ്മം. ദോഷത്തോട് കൂടാതിരിക്കുന്ന പരമമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ബോധത്തെയാണ് ഇവിടെ പറയുന്നത്. അത് ദോഷത്തോട് കൂടാതിരുന്നാൽ ആ ബ്രഹ്മം എല്ലാത്തിലും സമമാണ്. ഇഹൈവ തീർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഹ. അതായത് ദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ദോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകൃതിയെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ലോകത്തെ അറിയുന്നു, അനുഭവിക്കുന്നു, നമ്മൾ ഈ ലോകത്ത് നിൽക്കുന്നു. നമുക്കെപ്പോഴും നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മൾ കാണുന്ന ലോകം എന്നുള്ളൊരു തോന്നലുണ്ട്. അതാണ് ദോഷം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രകൃതി അല്ലെങ്കിൽ ദോഷം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ദോഷം, ആ ചിന്ത, ആ ബോധമാണ്. അതായത് നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ മേശ എന്നിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ള ചിന്തയാണ് ദോഷം. ആ ദോഷം ഇല്ലാതിരുന്നാൽ ബ്രഹ്മം എന്ന് പറയുന്നത് എല്ലായിടത്തും സമമാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവനായിരിക്കുന്നതും ഈ കാണുന്ന എല്ലാത്തിൻ്റെയും ഉള്ളിൽ ജീവനായിരിക്കുന്നതും ഒന്നാണ്. അപ്പൊ ദോഷം എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് അർത്ഥത്തിലല്ല, അജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ്, അറിവില്ലായ്മ. പ്രകൃതി എന്നാണ് അവിടെ അർത്ഥം പറയുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഞാനും ഞാൻ കാണുന്ന ലോകവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അറിവില്ലായ്മ. ആ അറിവില്ലായ്മയാണ് ഇവിടെ ദോഷം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ജീവന്റെ ഭോഗോപകരണമായ അവ്യക്തവും അനന്തമായ ഭോഗോപകരണങ്ങളാലും പരിണാമത്താലും കൂടിയതായതിനാൽ ബ്രഹ്മമാണ്. അപ്പോൾ ജീവാത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവ് ബ്രഹ്മമാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഈ കാണുന്ന ലോകവും ബ്രഹ്മമാണ് എന്ന് പറയാണ്. ഈ ജീവന്റെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവന്റെ ഭോഗോപകരണമായ അവ്യക്തവും അല്ലെങ്കിൽ പ്രകൃതിയും, ജീവന്റെ ഭോഗോപകരണമായ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം, ഇത് നമ്മളുടെ ഭോഗോപകരണമാണ്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകവും അനന്തമായ ഭോഗോപകരണങ്ങളാലും പരിണാമത്താലും കൂടിയതായതിനാൽ ബ്രഹ്മമാണ്. ഇത് അനവധിയാണ്. ഇവിടെ നമുക്ക് ജീവൻ അനുഭവിക്കാൻ അനവധി, അനന്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അപ്പോൾ വലുത് എന്നുള്ള അർത്ഥത്തിലാണ് ബ്രഹ്മം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ജീവാത്മാവാണെങ്കിലും ശരി, അത് പ്രകൃതിയാണെങ്കിലും ശരി. അനന്തമായ ഭോഗോപകരണങ്ങളാലും പരിണാമത്താലും, അനന്തമായിട്ടുള്ള പരിണാമമാണ് ഈ പ്രകൃതിക്ക് അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എപ്പോഴും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അപ്പം മാറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അത് വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് വലിപ്പമുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മ. അപ്പൊ ബ്രഹ്മണ്യ എന്ന് പറഞ്ഞാൽ ആ വലിപ്പമുള്ളതിൻ്റെ ആധാരമായത്. അപ്പൊ ജീവാത്മാവിൻ്റെയും പ്രകൃതിയുടെയും ആധാരമായിരിക്കുന്നവൻ ഭഗവാൻ. ഇനി ഈ പറയുന്ന പ്രപഞ്ചം, പ്രകൃതി, ഈ കാണുന്ന ലോകം എന്ന് പറയുന്നത് അനന്തമാണ് എന്നുള്ളതിനുള്ള പ്രമാണം ഗീതയിൽ പറയുന്നു. മമ യോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ഇത് ഭഗവത്ഗീതയിലെ 14-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകമാണ്. എൻ്റെ യോനി എന്ന് പറയുന്നത്, ഞാൻ എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതാണ് എൻ്റെ യോനി. എന്തിൽ നിന്നാണോ ഞാൻ ഉണ്ടാകുന്നത്, അതാണ് എൻ്റെ യോനി. മമ യോനിർ മഹത് ബ്രഹ്മ, ഞാൻ ഉണ്ടായത് മഹത്തായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്നാണ്. ആ മഹത്തായിട്ടുള്ള ബ്രഹ്മം ഞാൻ തന്നെയാണ്. തസ്മിൻ ഗർഭം ദധാമ്യഹം, അതിൽ ഞാൻ ഗർഭം ധരിക്കുന്നു. ഈ സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത, അല്ലയോ ഭാരത, അല്ലയോ അർജുന, അങ്ങനെയാണ് ഈ ലോകം മുഴുവൻ സംഭവിക്കുന്നത്. അതായത് ഈ അനന്തമായിട്ടുള്ള ബ്രഹ്മമാണ് എൻ്റെ യോനി.
അത് വിഷ്ണു സഹസ്രനാമത്തിലെ അവസാനത്തോട് എടുക്കുമ്പോൾ ഒരു നാമമാണ് ആത്മയോനി. ഞാൻ തന്നെ ആണ് എന്നിൽ നിന്ന് തന്നെയാണ് ഞാൻ ഉണ്ടായത്. അപ്പൊ മമയോനിർ മഹത് ബ്രഹ്മ, ഈ മഹത്തായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. ആ മഹത്തായിട്ടുള്ള ബ്രഹ്മത്തിൽ ഞാൻ ഗർഭം ധരിച്ച് ഈ കാണുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നു, അല്ലയോ അർജുന. അപ്പൊ ഈ കാണുന്ന ലോകം എന്ന് പറയുന്നതും ബ്രഹ്മമാണ്. തുടർന്ന് പറയുന്നു, ഇപ്രകാരം പ്രകൃതി, ജീവാത്മാവ് എന്നിവയുടെ എല്ലാ അവസ്ഥയ്ക്കും കാരണം ഭഗവാനാണ് എന്നതിനാൽ ബ്രഹ്മണ്യ എന്നും നാമം. ബ്രഹ്മണ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് ആധാരമായിരിക്കുന്നവൻ. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിപ്പമുള്ളതെല്ലാം ബ്രഹ്മമാണ്. ജീവൻ, നമ്മുടെ ഉള്ളിലുള്ള ജീവൻ, അത് വലിപ്പമുള്ളതാണ്, അതെല്ലായിടത്തും സമമാണ് എന്നുള്ളത് കൊണ്ട് അത് ബ്രഹ്മമാണ്. ഈ ജീവൻ അനുഭവിക്കുന്ന ലോകം അത് വലുതായതുകൊണ്ടും അനവധി പരിണാമങ്ങൾ ഉള്ളതുകൊണ്ടും അതും ബ്രഹ്മമാണ്. അപ്പൊ ഈ രണ്ട് ബ്രഹ്മത്തിനും ആധാരമായിരിക്കുന്നവൻ, ഈ രണ്ട് ബ്രഹ്മങ്ങളുടെയും എല്ലാ അവസ്ഥയ്ക്കും കാരണമായിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് ബ്രഹ്മണ്യ എന്ന് നാമം.